Good morning and good evening. How are you everybody? പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയൊരു കൃപ പകരുവാൻ ആഗ്രഹിക്കുന്നു. God is going to send a grace upon your life. നാം എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. The greatest decision what we want to make is to obey God. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ When we obey God, നമ്മളിൽ ഹംബിൾനെസ് കടന്നു വരും. humbleness will come to our life. നമ്മളിൽ കൃപാവരങ്ങൾ ജ്വലിക്കുമ്പോൾ When the gift of God is enlightened in our life, നാം വലിയ പ്രൗഡും അഹങ്കാരവും നികളവും ഒന്നും നമ്മളിൽ വരാൻ പാടില്ല. do not allow prideness in our life. ചിലർക്ക് എന്തെങ്കിലും ഒരു കൃപാവരം കിട്ടിക്കഴിയുമ്പോൾ Some people, when they receive some gift from God, പിന്നൊരു വേറൊരു നിലവാരത്തിലുള്ള രീതിയും സംസാരവും their attitude will become something different. ഇത് നമുക്ക് തന്നത് നമ്മുടെ കഴിവ് കൊണ്ട് തന്നതല്ല, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ യേശു നമുക്ക് തന്നതാണ്. The spiritual gift is not to boost ourselves. It's not for our ability, but it's for the use of kingdom of God. Operate in the supernatural power of God. അസാധാരണമായ ദൈവശക്തിയെ നിങ്ങൾ അതെ വഹിക്കുക, അതിനെ പ്രവർത്തിപ്പിക്കുക. 1 കൊരിന്ത്യർ 12:7 മുതൽ 11 വരെ പഠിക്കുമ്പോൾ 1 Corinthians chapter number 12 verse number 7 to 11 7 മുതൽ 11 വരെ ഓരോരുത്തൻ ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. But the manifestation of the Spirit is given to every man to profit withal. ഇതെന്തിനു വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്? Why God has given the gift of Spirit? നമ്മുടെ ഉപയോഗത്തിനല്ല. It is not for our use. നമ്മുടെ പേഴ്സണൽ ഉയർച്ചയ്ക്കല്ല. It is not for our personal profit. ഇത് ദൈവം തന്നിരിക്കുന്ന മറ്റുള്ളവരുടെ പ്രയോജനത്തിനു വേണ്ടിയാണ്. It is God has given to the profit of others. നാം ചിന്തിക്കണം. We have to think about that. തന്നിഷ്ടത്തിനല്ല. It is not for our personal profit. കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. It is not for our family. ഇത് മറ്റുള്ളവരുടെ പ്രയോജനത്തിന് കാരണമായി മാറണം. It is for the use of others. It is for the profit of others. ആമേൻ. അമാനുഷികമായ നിലയിലുള്ള ശക്തിയിൽ നിങ്ങൾ മുന്നേറുമ്പോൾ, when you move with an extraordinary power, ആമേൻ, ഡാർക്ക് പ്ലേസ് വെളിച്ചത്തിലേക്ക് വരും. The dark place will come to light. ആമേൻ. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ അതിൽ നിന്ന് പുറകോട്ട് മാറും. The people, those who are going to commit suicide, they will come back to life. അസമാധാനമുള്ളവർ സമാധാനത്തിലെത്തും. The people, those who do not have peace in their life, they will experience peace. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, because the glory of God is dwelling inside us, ദൈവം നിങ്ങൾക്ക് തന്റെ സൂപ്പർ നാച്ചുറൽ വരങ്ങളെ നൽകാൻ ആഗ്രഹിക്കുന്നു. God has a great desire to give supernatural gift upon you. എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ജീവിതം നയിക്കാനാണ്. God called everybody in order to lead a supernatural life. അങ്ങനെ നാം അവന്റെ ശക്തിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, when we operate in his power, നാം മഹത്വത്തിന്റെ ചാനലുകളായി മാറും. we become the channel of the glory. നിങ്ങൾക്ക് മഹത്വത്തിന്റെ ചാനലായി മാറണമെങ്കിൽ, if you want to become the channel of glory, നിങ്ങൾ അവന്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യണം. you have to surrender his presence. നാം അവനെ അനുസരിക്കണം. We have to obey him. നാം എങ്ങനെ വചനം അനുസരിച്ച് നമ്മുടെ റൂട്ടുകൾ ഓടിക്കണം. We have to run our race with the obedience of the word of God. വചനമില്ലാത്ത കൃപ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് വെറും സീറോയാ. Without the word of God, we operate the gift. It's with zero. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും, each and every ministry what we do, ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ദൈവവചനത്തെ ബേസ് ചെയ്താണ്. the important things what we need to do is to base the biblical doctrine, the word of God. കാരണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായി. Because in the beginning the word was with God and the word was God. ആമേൻ. Amen. അനേകര് വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. Many people, they are not giving importance to the word of God. എങ്ങനെ പോയാലും കുഴപ്പമില്ല. They would like to move in their own way. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. God will do a miracle for us. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I would like to pray for you. ആമേൻ. Operate in the supernatural power of God. ദൈവത്തിന്റെ അമാനുഷികമായ നിലയിലുള്ള ശക്തിയിൽ നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. Operate the extraordinary power of God in your life. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. You pray for that. കർത്താവിനോട് ചോദിക്കേണ്ടത്, ആത്മാക്കളെ നേടാനുള്ള കൃപ തരണമേ എന്ന് ചോദിക്കണം. അപ്പോൾ ഏത് വ്യക്തിയെ എങ്ങനെ നേടണമെന്നുള്ള കൃപ ഓപ്പറേറ്റ് ചെയ്യുവാൻ ദൈവം നമ്മളിലേക്ക് ആ ആത്മശക്തി പകരുവാനിടയാകും.
You must pray, God, give me the power to win soul. If you pray that, God will give you the grace so that you can approach the different people and you can win them to the soul. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തെ ബ്ലസ് ചെയ്ത് I bless these people. ഈ ജനത്തിന്റെ മേൽ അങ്ങയുടെ കരം നീട്ടണമേ. Let your hands touch upon these children. ഓ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ജനം സ്പർശിക്കപ്പെടണം. Let all the people, those who are hearing, let them അങ്ങയുടെ touch by God. മഹത്വം ഇറങ്ങണമേ. Let your glory come down. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, ഒരു മിറക്കിൾ സംഭവിക്കണം. let a miracle happen. ഇപ്പോൾ Right now, ഈ ജനം വിടുവിക്കപ്പെടണം. let them be delivered. എല്ലാ പ്രിയപ്പെട്ടവരും Each and every beloved children, അവരുടെ വിഷൻ വർദ്ധിക്കട്ടെ. let their vision be enlarged and ആ increased. ദൈവശക്തിയിൽ മുന്നേറട്ടെ. Let them go forward with the power of God. യേശുവിൻ നാമത്തിൽ. In the name of Jesus. ആമേൻ. Amen. ഏപ്രിൽ എൻഡിൽ ഒരു യൂത്ത് ക്യാമ്പ് വരുന്നുണ്ട്. അതിന്റെ സ്ഥലം ഫിക്സ് ചെയ്തിട്ടില്ല. ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറുവാൻ ദൈവം ഇടയാക്കും. ഓഫീസിൽ വിളിച്ച് നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ലവ് യു. At the end of April, we are conducting a youth camp. We have not yet decided the place, but you have to call to the office and confirm your place. It's going to be a mighty transformation in your children's life. God bless you. Amen. Amen.